ക്വറ്റയിൽ നിന്ന് പേഷ്വാറിലേക്ക് പോവുകയായിരുന്ന ഒരു തീവണ്ടി തട്ടിയെടുത്ത സംഭവം പാകിസ്ഥാനിൽ വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാനിൽ മാത്രമല്ല, അത് എല്ലായിടത്തും വലിയ വാർത്തയാണ്. ബലൂച്ച് ആർമി ആണ് ഈ തീവണ്ടി തട്ടിയെടുത്തത്. അത് വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടി. വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണെങ്കിലും അവിടെ കൂടുതൽ സ്വയംഭരണം ലഭിക്കണം എന്നാവശ്യപ്പെട്ട് ദീർഘകാലമായി പോരാട്ടം നടക്കുകയാണ് ബലൂചിസ്ഥാനിൽ. അവിടെ തികഞ്ഞ അശാന്തിയാണ്. അശാന്തി അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അശാന്തിയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കുപ്പിയിൽ നിന്ന് ഭൂതത്തെ തുറന്നുവിട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആ ഭൂതം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഒരു നയം സ്വീകരിച്ചിരുന്നു. അത് ഇപ്പോഴവരുടെ ആഭ്യന്തര പ്രതിസന്ധിക്ക് കാരണമായി. അവിടെ വിഘടനവാദത്തിനുള്ള വിത്തുകൾ പാകിയിരിക്കുന്നു. കലാപത്തിൻ്റെ കൊടി ഉയർത്തുന്നു. ഇസ്ലാമിക തീവ്രവാദവും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഒക്കെ അവിടെ ശക്തമായിരിക്കുന്നു. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ തിരിച്ച് ആ കുപ്പിയിലാക്കാൻ കഷ്ടപ്പെടുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാനിൽ കലാപം കുറച്ചു കാലമായി നടക്കുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വിഭവസമൃദ്ധമായ ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അവിടെ ഇപ്പോൾ വിഘടനവാദം ശക്തമായി വരികയാണ്. അതിൽ വലയുകയാണ് പാകിസ്ഥാൻ. ഇതിനെ ഒരു കലാപം എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണിക്കാനാവില്ല. ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്നത് അടിച്ചമർത്തലിൻ്റെ കഥയാണ്. അത് 1948 മുതൽ തുടങ്ങുന്നതാണ്. ആ വർഷം ബലൂചിസ്ഥാൻ്റെ പാകിസ്ഥാനിലേക്കുള്ള വിവാദപരമായ കൂട്ടിച്ചേർക്കലുകൾ വലിയ അസംതൃപ്തിയുടെ വിത്തുകൾ വിതച്ചു. എന്നാൽ അത് പാകിസ്ഥാൻ കണ്ടില്ലെന്ന് നടിച്ചു. ബലൂചിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനിന് മുഴുവൻ തന്നെ അത് ഒരു ആഭ്യന്തര ഭീഷണിയായി. അതുപോലെ മറ്റൊരു പ്രദേശമാണ് ഖൈബർ പഖ്തുൻഖ്വ. അവിടെയും ഈ ഭീകരതയും അരാഷ്ട്രീയതയും അതുപോലെ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും ശക്തമാകുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ പാക് സർക്കാർ പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത് വലിയ അസ്ഥിരതയ്ക്ക് വഴിവെക്കുന്നു. പ്രാദേശികമായി ആ പ്രവിശ്യ 5 സായുധ കലാപങ്ങൾ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. അവിടെ അർദ്ധസൈനിക പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ അടിച്ചമർത്തലുകൾ കൊണ്ടും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. അവിടെ നമുക്ക് തിരോധാനങ്ങളെക്കുറിച്ച് കേൾക്കാം. അതേസമയം പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേയില്ല. ചർച്ചകളെക്കുറിച്ച് ആലോചിക്കുന്നേയില്ല. സാമ്പത്തിക ചൂഷണം ഈ മേഖലയിൽ കൂടുതൽ വ്യാപിക്കുന്നു. അതവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യകളിലൊന്നാണ് ഈ ബലൂചിസ്ഥാൻ. അവിടുത്തെ പ്രകൃതിവാതകവും അതുപോലെ ധാതുശേഖരവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ബലൂചിസ്ഥാന് അതിൻ്റെ ഒരു ഗുണവും ലഭിക്കുന്നില്ല. അവിടെ ഈ വാതക പാടങ്ങളിലേക്ക് സമീപത്തുള്ള ഗ്രാമവാസികൾക്ക് പോകാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വരുമാനത്തിൻ്റെ ഒരു ഭാഗം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ബലൂച്ച് ജനത തങ്ങളുടെ പ്രതിസന്ധി തുറന്നു പറയുകയാണ്. തങ്ങളുടെ സമ്പത്ത് ഭരണകൂടം തട്ടിയെടുക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നവർ പറയുന്നു. അവരെ കടുത്ത ദാരിദ്ര്യത്തിലാക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ അവിടെ ശക്തി പ്രാപിക്കുന്നു. അവർക്ക് പിന്തുണ ലഭിക്കുന്നു. ഇതിന് കാരണം ബലൂചിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ പരാതിയാണ്. അവിടെ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾക്ക് മേൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അവർ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും ഒരു അർത്ഥവത്തായ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല, സംവാദങ്ങൾക്ക് തയ്യാറാകുന്നില്ല, ഒരു പരസ്പര ആശയവിനിമയത്തിനൊരു വേദി തയ്യാറാക്കുന്നില്ല. മറിച്ച് ബലപ്രയോഗത്തിലൂടെ പ്രതികരിക്കുകയാണ് പാകിസ്ഥാൻ്റെ രീതി. അതാണ് ഏക പോംവഴി എന്നവർ വിശ്വസിക്കുന്നു. തീയെ തീ കൊണ്ട് നേരിടാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഇവിടെ ഉയരുകയാണ്. 2003 മുതൽ കുറഞ്ഞത് 7000 ആക്ടിവിസ്റ്റുകളെയും സിവിലിയന്മാരെയുമാണ് അവിടെ തട്ടിക്കൊണ്ടുപോവുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചുള്ള ഈ പ്രവർത്തനം അവിടെ നീരസം വർദ്ധിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ സ്വന്തം നയങ്ങളിൽ ബലൂചിസ്ഥാനെ പിടിച്ച് കോർത്തിടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭരണത്തെ താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നു. അധിനിവേശം പോലെ തോന്നിപ്പിക്കുന്ന ഒരു തരം ഭരണമാണ് അവിടെ നടക്കുന്നത് എന്ന് ബലൂചിസ്ഥാൻ വ്യക്തമാക്കുന്നു.
അപ്പോൾ സാമ്പത്തികവും സൈനികവുമായ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ ബലൂചിസ്ഥാൻ ഉയരുകയാണ്. അത് ഈ ഖൈബർ പഖ്തുൻഖ്വ പോലുള്ള മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവിടെ ആ പ്രദേശങ്ങളിൽ ഉള്ള സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്ത പാഠമാണ്. ജിഹാദി തീവ്രവാദമായുള്ള പാകിസ്ഥാന് പതിറ്റാണ്ടുകളായുള്ള ആ ബന്ധം ഇപ്പോൾ അവർക്ക് ഒരു വലിയ വിനയായി വരുന്നു. ഈ തീവ്രവാദവുമായുള്ള പ്രണയം ഇപ്പോൾ പൂർണ്ണ ശക്തിയായി അവരെ തിരിഞ്ഞുകുത്തുന്നു. 1980കളിൽ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്താണ് US-ൻ്റെയും സൗദിയുടെയും ഒക്കെ പിന്തുണയോടുകൂടി മുജാഹിദുകളെ ആയുധവൽക്കരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ പാകിസ്ഥാൻ മുൻകൈയെടുത്തത്. പാകിസ്ഥാൻ അപ്പോൾ അവരെ പോരാളികളെന്ന തരത്തിൽ പിന്തുണയ്ക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. കാബൂളിലെ ഒരു ഭരണകൂടം തങ്ങളെ എന്നും അനുസരിക്കും എന്ന് അവർ ധരിച്ചു. ഇന്ത്യക്കെതിരെ തന്ത്രപരമായി അവരെ ഉപയോഗിക്കാം എന്ന് കണക്ക് കൂട്ടി. അതോടൊപ്പം തന്നെ ഈ വിഭാഗം അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോൾ അവർ വലിയ തോതിൽ സന്തോഷിച്ചു. താലിബാൻ അവർക്ക് അനുസരിച്ച് നീങ്ങുമെന്നവർ കരുതി. 1990കളിൽ ഈ തന്ത്രം അവർ വലിയ തോതിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ 9/11 സംഭവത്തോടുകൂടി കാര്യങ്ങൾ മാറുകയാണ്. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാന് US-നെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ അതേസമയം താലിബാൻ ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. ഈ ഇരട്ടത്താപ്പ് അവരെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചു. ചില തീവ്രവാദികളെ അടിച്ചമർത്തുകയും മറ്റു ചില തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് മൊത്തത്തിൽ പ്രശ്നത്തിന് വഴിവെച്ചു. 2007 ആയപ്പോഴേക്കും ഇസ്ലാമാബാദിൻ്റെ സെലക്റ്റീവ് ഭീകരവിരുദ്ധ നീക്കങ്ങൾ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അത് പലരെയും രോഷാകുലരാക്കി. പാകിസ്ഥാൻ്റെ ഗോത്രമേഖലകളിൽ ചില വിഭാഗങ്ങൾ ശക്തി പ്രാപിച്ചു. അവർ ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന TTP-യിൽ അവർ അഭയം കണ്ടു. അവർ അങ്ങനെ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. TTP ഭീകര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂളുകളിലും സുരക്ഷാ സേനകളിലും സാധാരണക്കാർക്കിടയിലും ഒക്കെ അവർ ആക്രമണം നടത്തി. അങ്ങനെ 132 കുട്ടികളെ കൊന്നൊടുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. 2014 പേഷ്വാർ സ്കൂൾ കൂട്ടക്കൊല അത് ഏറ്റവും മാരകമായ ഒരു ആക്രമണമായിരുന്നു. സൈനിക പ്രവർത്തനങ്ങൾ അങ്ങനെ ശക്തമായി അവരെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചു. പക്ഷേ അതൊന്നും അത്ര കണ്ട് ഫലവത്തായില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. 2021 കാബൂൾ അഫ്ഗാൻ താലിബാൻ കീഴടക്കിയതോടെ അവരുടെ ശക്തി വീണ്ടും വർദ്ധിച്ചു. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ഈ ഖൈബർ പഖ്തുൻഖ്വയിലൊക്കെ ആക്രമണങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഇസ്ലാമാബാദിൽ അത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ തുറന്നുവിട്ട ആ ഭൂതത്തെ ഇപ്പോൾ ആ കുപ്പിയിലേക്ക് വീണ്ടും അടയ്ക്കാൻ പാകിസ്ഥാൻ പ്രയാസപ്പെടുകയാണ്. വ്യോമാക്രമണത്തിലൂടെയും അതുപോലെ സുരക്ഷാ നടപടികളിലൂടെയുമൊക്കെ ഈ വിയോജിപ്പുകളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നിനു പുറകെ ഒന്നായി കലാപങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തമായി നിർമ്മിച്ച ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഇരയാണ്. അവിടെ നമുക്ക് ഇമ്രാൻഖാൻ്റെ ഒരു പാഠം നമുക്ക് മുന്നിൽ ഉണ്ട്. ഇമ്രാൻഖാൻ സ്ഥാനഭ്രഷ്ടനാവുകയും അവിടെ തടവും ഒക്കെ അദ്ദേഹത്തിന് നൽകുകയും ഒക്കെ ചെയ്തത് വലിയ ബഹുജന അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ദുർബലമായ ജനാധിപത്യം ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജനാധിപത്യത്തിലെ വിള്ളലുകൾ അത് ലോക സമൂഹത്തിന് മുന്നിൽ അവിടെ അത് തുറന്നു കാട്ടപ്പെടുകയാണ്. പാകിസ്ഥാൻ സൈന്യം വളരെ കാലമായി രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. അവരായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. സിവിലിയൻ സർക്കാരുകൾ അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ അതിനെ അട്ടിമറിച്ചു. 2018 ഇമ്രാൻഖാനെ അധികാരത്തിലെത്താൻ സഹായിച്ചത് സൈന്യമാണ്. അതിനുവേണ്ട ചില ആസൂത്രണങ്ങളും അവർ നടത്തി. ഇങ്ങനെയാണ് പൊതുവെ അവിടെ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം. പരമ്പരാഗത രാഷ്ട്രീയ രാജവംശങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ബദലായി അദ്ദേഹത്തെ അവർ മുന്നിൽ കണ്ടു. എന്നിരുന്നാലും 2021 ഖാനുമായുള്ള ബന്ധം വഷളായി. ജനറൽമാരും ഖാനും തമ്മിലുള്ള ബന്ധം വഷളായപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചവരൊക്കെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശ്രമത്തിലായി. അങ്ങനെ 2022 ഒരു വോട്ടെടുപ്പിലൂടെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പ്രതിഷേധം വേഗത്തിൽ വ്യാപിക്കുന്നു. ഖാൻ്റെ അനുയായികൾ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. അവയിൽ ചിലത് അക്രമാസക്തമായി. 2023 അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായി. അത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. ആയിരക്കണക്കിന് ആളുകൾ പിടിയിലായി. PTI അംഗങ്ങളും അതുപോലെ പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമൊക്കെ രംഗത്ത് വന്നു. പക്ഷേ പലരെയും അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അറസ്റ്റുകളിലൂടെ മാധ്യമ സെൻസർഷിപ്പുകളിലൂടെ
വിയോജിപ്പുകൾ നിശബ്ദമാക്കിക്കൊണ്ട് സൈന്യം മുന്നേറി. പക്ഷേ അത് പൊതുജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. അത് ഈ കലാപങ്ങൾക്ക് ആക്കം കൂട്ടി. രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയാതെ പാകിസ്ഥാൻ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പാകിസ്ഥാൻ ഭരണകൂടം പൊതുജനങ്ങളുടെ അതൃപ്തിക്ക് പാത്രമായി. അങ്ങനെ പാകിസ്ഥാൻ തുറന്നുവിട്ട ഈ ഭീകരഭൂതം ഒരു ഭീകരരൂപം തന്നെ സൃഷ്ടിച്ചു. ഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയുള്ള സംസ്ഥാനത്തിൻ്റെ അടിച്ചമർത്തലും ഒക്കെ ചരിത്രത്തിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കി. രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. ബഹുജന പ്രതിഷേധങ്ങൾ പതിവായി മാറുകയും ചെയ്തു. പാകിസ്ഥാൻ സ്വയം സൃഷ്ടിച്ച രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് അതിപ്പോൾ ആഴ്ന്നിറങ്ങുന്നു.